നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഈ ധനപ്രതിസന്ധി, അതായത് കേന്ദ്ര ധനകാര്യ സംവിധാനങ്ങളുടെ സംസ്ഥാനവും കേന്ദ്രം തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അതിൻ്റെ വെളിച്ചത്തിൽ ആണ് കാര്യങ്ങളൊക്കെ മോശമായി എന്നുള്ള ഒരു വലിയൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്രത്തിൽ ഇപ്പോൾ ഒരു കേസ് പോലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളും റേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതാണ്, കേന്ദ്രം അനുഭാവപൂർവ്വം കാണുന്നില്ല. അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ കാര്യത്തിൽ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 1947 നമ്മളിപ്പോൾ ഏതാണ്ട് 2024 നിൽക്കുന്നു. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളനുസരിച്ച് നമ്മുടെ ഈ സംവിധാനങ്ങളിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്നുകൂടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാലമാണെന്ന് നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ CAG റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തിലാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം അതാണ് CAG ആണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി. അതോടൊപ്പം തന്നെ കേന്ദ്ര ധനകാര്യ കമ്മീഷനുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുണ്ട്, അല്ലെങ്കിൽ റിസർവ് ബാങ്കുണ്ട്. ഈ സംവിധാനങ്ങളുടെ ഒരു വെളിച്ചത്തിലാണ് നമ്മളിവിടെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പല സംസ്ഥാനങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ സംവിധാനം കാലഘട്ടത്തിനനുസരിച്ച് ഈ സംവിധാനങ്ങൾ മാറുന്നില്ല, അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ മൊത്തം സംവിധാനങ്ങൾ മാറാത്തത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എന്ന് പല സംസ്ഥാനങ്ങളും പറയുന്നു, കേരളവും പറയുന്നു. കേരളം അതിനെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താണ്, ഇപ്പോൾ ഒരു ചർച്ചയിലുള്ള ചില വിഷയങ്ങളൊന്ന്, ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അനാവശ്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഇടപെടാനായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഇഷ്യൂ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, കേന്ദ്ര സർക്കാർ അനാവശ്യമായിട്ട് ഒരു സൗണ്ട് മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു കോൺടെക്സ്റ്റ് ആണോ അല്ലയോ, അതിൻ്റെ പേരിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നു എന്നുള്ള വേറൊരു അലിഗേഷനുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ബോറോയിങ് ലിമിറ്റ് ഒക്കെ കേന്ദ്ര സർക്കാർ ആർബിട്രറി ആയിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ടോ, അത് കേന്ദ്ര സർക്കാരിന് ആപ്ലിക്കബിൾ ആകുന്നില്ല, സംസ്ഥാന സർക്കാരിന് ആപ്ലിക്കബിൾ ആകുന്ന രീതിയിലേക്ക് മാറ്റം വരുത്താനായിട്ട് സംസ്ഥാനങ്ങൾ നിർബന്ധിക്കുന്നു. ആ തരത്തിലുള്ള കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് പൊതുവിലുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലിപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ, അതായത് ഈ പബ്ലിക് അക്കൗണ്ട്, അതായത് പബ്ലിക് അക്കൗണ്ടിലുള്ള തുക പണ്ട് ഈ നമ്മുടെ ബോറോയിങ് ലിമിറ്റിൽ കണക്കാക്കിയിരുന്നില്ല, അത് കണക്കാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഇൻസിസ്റ്റ് ചെയ്യുന്നു. അതും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ചാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? അതോടൊപ്പം തന്നെ ഈ സ്റ്റേറ്റിൻ്റെ ബോറോയിങ് ലിമിറ്റ്, ഏതെല്ലാം തുകയാണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. ഇപ്പോൾ കിഫ്ബിയുടെ കാര്യത്തിലൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ്, ഏതെല്ലാം തുകയാണ് ഇതിനകത്ത് ചേർക്കേണ്ടത്, ഇമാതിരിയുള്ള കാര്യത്തിലും ഉള്ള ചിന്താഗതിയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളും മൊത്തത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ ബോറോയിങ് ലിമിറ്റ്, ഇവിടെ ബോറോയിങ് ലിമിറ്റാണ് ഞാൻ പറയുന്നത്, മറ്റു കാര്യങ്ങളല്ല, ബോറോയിങ് ലിമിറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ നിലനിൽക്കുന്നു. അതാണിപ്പോൾ നമ്മളിപ്പോൾ കറണ്ടായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ എനിക്ക് തോന്നുന്നു അത് വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. ഇതിൽ കുറേ കൂടെ ഒരു വ്യക്തത വേണം. എനിക്ക് തോന്നുന്നു, ഞാനും ഇവിടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ കമ്മീഷനിൽ ഇരുന്ന ആളാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പദവിയിൽ ഇരുന്ന ആളാണ്, എനിക്ക് അതിനെപ്പറ്റി അറിയാം. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പഴയ പ്രാക്ടീസസ് അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിന് യോജിച്ച പ്രാക്ടീസസും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നു. അതിനനുസരിച്ച് ഈ സംവിധാനങ്ങളിൽ മാറ്റം വരാത്തതും മൊത്തത്തിലൊരു സംഘർഷം ഉണ്ടാക്കുന്നില്ലേ എന്നും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാലമായിരിക്കുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയോ ഇത് പരിശോധിച്ച് ഒരു വ്യക്തത വരുത്തുന്നതും എനിക്ക് തോന്നുന്നു ആരോഗ്യകരമായിട്ടുള്ള സംസ്ഥാന കേന്ദ്ര ധനകാര്യ ബന്ധങ്ങൾ അതുപോലെ മെച്ചമായിട്ട് പോകുന്നതിന് സഹായകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ബി എ പ്രകാശ്, ഒരു സംശയം കൂടി. ഇവിടെ കിഫ്ബിയുടെ കാര്യത്തിൽ CAG പറയുന്നുണ്ടല്ലോ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ധനസ്ഥിതി കൂട്ടുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങളൊന്നുമല്ല എന്നുള്ള ഒരു പരാമർശം CAG പറയുന്നുണ്ട്. ഇക്കണ്ട കാലം അത്രയും കിഫ്ബി വഴി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ധനസ്ഥിതി അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നാണ് രാഷ്ട്രീയമായി LDF ഉന്നയിക്കുന്നത്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നതോടൊപ്പം താങ്കളുടെ ഒരു കാഴ്ചപ്പാട് ഈ കിഫ്ബിയുടെ കാര്യത്തിൽ എന്താണ്? അതായത് ഈ കിഫ്ബിയുടെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെ വരുന്നു, അതായത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പറയുന്നു ഇന്ന ഇത് ചേർക്കണം, അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തന്നെ ഇപ്പോൾ ഈ പബ്ലിക് അക്കൗണ്ട്
പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിൽ വരുന്ന തുക കൂടെ ഇതിനകത്ത് ചേർത്തത് ആ തരത്തിലുള്ള ഒരു നിർദ്ദേശം കൊണ്ടെന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നേരത്തെയൊക്കെ തന്നെ ഈ തരത്തിലുള്ള, അതായത് പിന്നെ പബ്ലിക് അക്കൗണ്ടിൽ വരുന്ന തുകകൾ, അതോടൊപ്പം തന്നെ മറ്റ് തരത്തിൽ, അതോടൊപ്പം തന്നെ വേറൊന്നാണെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എടുക്കുന്ന വായ്പ, ഇതൊക്കെ അതിനകത്ത് ചേർത്തിരുന്നില്ല. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് അത് ചേർത്തതാണ് സംസ്ഥാനങ്ങൾക്ക് പ്രശ്നമാണ് എന്നുള്ള വാദമുണ്ട്. ഇതെല്ലാം തന്നെ ഞാനീ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ CAG ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഒരു മാനദണ്ഡമോ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ കൊണ്ടുവരുന്ന ഒരു മാനദണ്ഡമോ അതിനനുസരിച്ചാണല്ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണല്ലോ പുതിയ നിയമങ്ങളും പ്രാക്ടീസും വരുന്നു. അപ്പോൾ ഇത് ഇപ്പം പണ്ട് മുതലേ പല സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തതയുടെ ഒരു ആവശ്യം ഇല്ലേ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായി എന്ന് എനിക്ക് തോന്നുന്നു.